അങ്ങനെ എല്ലാവർക്കും എൻ്റെ മറ്റു വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫ് റോഡ് റൈഡ് പോവാണ്. നമ്മൾ ഇന്ന് പോകുന്നത് മഹീന്ദ്ര 4x4 2001 മോഡൽ ജീപ്പായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് പ്രസാദ് ചേട്ടൻ. നമ്മുടെ പ്രസാദ് ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പം മൂലമറ്റം കഴിഞ്ഞു. മൂലമറ്റം ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ നമ്മളിപ്പോൾ വാഗമൺ പോകാനുള്ള റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാനം വഴി പോകുന്ന റോഡാട്ടോ. കുറച്ച് പോയി കഴിയുമ്പോൾ ഒരു ഓഫ് റോഡ് ഉണ്ട്. നമ്മൾ ഇന്ന് ഓഫ് റോഡാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ സൈഡിൽ കാണുന്നത് KSEBയുടെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് സ്കൂളാട്ടോ. അപ്പോൾ സ്കൂൾ കണ്ടോ, ട്രെയിനിൻ്റെ രീതിയിൽ ഫുള്ള് പെയിൻ്റ് ഒക്കെ ചെയ്ത് വെച്ചാൽ കണ്ടോ. അപ്പം നമ്മളീ കാണുന്ന തേക്കും കൂപ്പ് കണ്ടോ, ഈ തേങ്കൂപ്പി വെച്ചിട്ടാണ് രസതന്ത്രം സിനിമ, അതേപോലെ തന്നെ കുറേ സിനിമകളൊക്കെ ആണെങ്കിൽ ഈ തേങ്കൂപ്പിനകത്ത് വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എലപ്പള്ളിക്ക് അടുത്തുള്ള വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ശരിക്കും ഇതിന് എലപ്പള്ളി വെള്ളച്ചാട്ടം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ് വെള്ളച്ചാട്ടം. അപ്പോൾ മഴ മാറി, അതുകൊണ്ട് അധികം വെള്ളമില്ല, എങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ. മൂലമറ്റത്ത് വാഗമൺ പോകുന്ന റോഡാണെങ്കിൽ കുത്തനെ കയറ്റം കേട്ടോ. കിലോമീറ്റർ കുറവുണ്ടെന്നോ അല്ലേ പുള്ളിക്കാനത്തേക്ക് പോകാൻ. അപ്പം പുള്ളിക്കാനത്തേക്ക് പോകാൻ വേണ്ടി കിലോമീറ്റർ കുറവുണ്ട്, പക്ഷെ നല്ല കുത്തനെ കയറ്റമാണ്. കയറ്റമൊക്കെ നിറച്ചൊക്കെ ആൾക്കാരൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് പാടായിരിക്കും കാറൊക്കെ കയറി പോകാൻ വേണ്ടി. അപ്പം തിരിച്ചിറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിരിക്കും, ഈസിയായിട്ട് ഇറങ്ങി വരാം. പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല നല്ല മലകളൊക്കെ കാണാൻ പറ്റും, നല്ല നല്ല വ്യൂ ആണ്. അപ്പം നമ്മളിപ്പോൾ ആണെങ്കിൽ ഓഫ് റോഡിലോട്ട് തിരിയാൻ പോവാണ്. അപ്പം വളവ് കാണാൻ പറ്റും. അപ്പം മെയിൻ വഴിയിൽ നമ്മൾ ഓഫ് റോഡ് കയറാൻ വേണ്ടിയുള്ള വഴിയിലോട്ട് തിരിഞ്ഞു കയറി. അപ്പം വഴിയാണ് ഈ ടാറ്റ വഴിയൊക്കെയാണ്. വഴി കണ്ടോ, നല്ല കുത്തര കയറ്റം കേട്ടോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാറിട്ട വഴി കഴിഞ്ഞു. ടാറിട്ട വഴി കഴിഞ്ഞിട്ട് ഇപ്പോൾ കോൺക്രീറ്റ് റോഡാണ്. ഓഫ് റോഡ് തുടങ്ങിയിരിക്കുകയാണ്. ഇത്രയും നേരം വലിയ കുഴപ്പമില്ലായിരുന്നു. ബസ്സിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ട് ഇട്ടാൽ പോകാൻ പറ്റുള്ളൂ. വഴിയൊക്കെ മോശമാണ്. ഓക്കെ, 4x4 വണ്ടികളൊക്കെയാണ് കയറി പോകുന്നത്. ഞങ്ങൾ ഈ വഴിയിലാണെന്നുണ്ടെങ്കിൽ യൂണിക്കോൺ വെച്ചിട്ട് പോയതാണ് ഒരു പ്രാവശ്യം. 4 വർഷം മുമ്പാണ് ഞങ്ങൾ യൂണിക്കോണൊക്കെ ആയിട്ട് ഈ വഴി പോയത്. അന്ന് പ്രസാദേട്ടനായിരുന്നു കേട്ടോ. പ്രസാദേട്ടനാണ് ഈ വഴി കാണിച്ചു തന്നത്. പ്രസാദേട്ടന് ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനത്തെ ഓഫ് റോഡ് വഴികളൊക്കെ അറിയാം കേട്ടോ. ഫോർ ജീപ്പൊക്കെ ആണെങ്കിൽ എന്ത് കൂളായിട്ട് കയറി പോകണമെന്ന് നോക്കിയേ. അപ്പോൾ നമ്മുടെ കാറൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ പമ്പിക്കൊണ്ട് നിന്നേനെ. ഇപ്പോൾ ജീപ്പൊക്കെ ആയതുകൊണ്ട് നല്ല കൂളായിട്ട് കല്ലിന് മേളിക്കൂടെയൊക്കെ കയറി പോകണുണ്ടോ. ഇപ്പോൾ വളരെ മോശമുള്ള വഴി അങ്ങ് മാറി. ഇപ്പോൾ നമുക്ക് ഇനി 4 വീല് വേണ്ട. നമ്മൾ 4 വീല് മാറ്റി അങ്ങ് പോവുകയാണ്. ഇവിടെ ഒരു സാധാരണ റോഡ് പോലെയൊക്കെയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു സെക്കൻഡിലൊക്കെ പോകാൻ കുഴപ്പമൊന്നുമില്ല. ഈ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾതാമസമുള്ള സ്ഥലങ്ങളൊക്കെയാണ്.
അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴിയൊക്കെ ആണെങ്കിൽ ചെറിയൊരു വീടൊക്കെ കാണാൻ പറ്റും. ഇപ്പം ഒന്ന് ഓർത്ത് നോക്കിയല്ലേ ഇപ്പം ഈ വഴിയിൽ കൂടെ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരുടെ അവസ്ഥയൊക്കെ. ക്ലൈമറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൂടി നിൽക്കുക കേട്ടോ. ഇപ്പോൾ സമയമാണെന്നുണ്ടെങ്കിൽ 3:30 ആയിട്ടുണ്ട്, 3:35 ആയിട്ടുണ്ട് സമയം കേട്ടോ. ഇപ്പം നമുക്ക് സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മലനിരകളൊക്കെ കാണാൻ പറ്റും. അതേപോലെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെയാണ് ഈ തേയില തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ നമ്മളിനി കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു പൊട്ടിപ്പൊളിഞ്ഞ് അടച്ചു കൂട്ടി ഒരു തേയില ഫാക്ടറിയെ കാണാൻ പറ്റും. ഇത്ര നേരം വന്ന വഴിയൊക്കെ എനിക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതുപോലത്തെ വണ്ടി കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി കയറി വരാം കേട്ടോ. ഇപ്പോൾ ഇവിടെ കണ്ടോ തേയിലത്തോട്ടമാണ്. അധികം തിക്കായിട്ടുള്ള തേയിലൊന്നുമല്ല, ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. ഇപ്പം നമുക്ക് ഈ സൈഡിലും കാണാൻ പറ്റും. നമ്മൾ ജീപ്പെത്തി. നമുക്കിനി ആ വഴിയാ പോകേണ്ടത് കേട്ടോ. കയറ്റം കയറി കഴിഞ്ഞ് ഇപ്പം നമ്മളിപ്പോൾ നിരപ്പായ സ്ഥലത്തെത്തി. ഇപ്പം നമുക്ക് താഴെയായിട്ടാണെങ്കിൽ ഒരു പള്ളി കാണാൻ പറ്റും. നമ്മളാണെന്നുണ്ടെങ്കിൽ എലപ്പള്ളി വഴിയിൽ നിന്ന് തിരിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നില്ലേ, വാഗമൺ റോഡിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ആ പള്ളിയാണ് താഴെ കാണുന്നത്. കാഞ്ഞാറിയിൽ നിന്ന് നമ്മൾ പുള്ളിക്കാനം വഴി പോകുമ്പോൾ ഉള്ള റോഡാണ് ആ മേളിൽ കാണുന്നത്. അപ്പോൾ മേളിലായിട്ട് നമുക്ക് മലയെ കാണാൻ പറ്റും. അപ്പോൾ അത്ര ഹൈറ്റിലാണ് നമ്മൾ ആ വഴി പോകുന്നത്. ആ വഴി പോകുന്നതും അതേപോലെ തന്നെ എലപ്പള്ളി നിന്ന് നമ്മൾ വാഗമണ് പോകുന്ന രണ്ടിൻ്റെ മിഡായിട്ടുള്ള ഒരു സ്ഥലത്താണ് ചെന്ന് കയറുന്നത് കേട്ടോ. ഇപ്പം വേറൊരു 4x4 ജീപ്പൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. സഞ്ചാരികളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ നാട്ടുകാരൊന്നുമില്ല. KL03 ആണ്. ഇപ്പം നമ്മൾ യാത്രയൊക്കെ ചെയ്ത് പൂട്ടി പോയ ഫാക്ടറിയുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പം മേത്തനാട്ട് ടീ എസ്റ്റേറ്റിൻ്റെ ഫാക്ടറിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഏകദേശം ഒരു 21 വർഷം മുമ്പ് പൂട്ടിപ്പോയതാണ് കണ്ടോ. കണ്ടുകഴിഞ്ഞാൽ പേതാലയം പോലെ കിടക്കുമല്ലേ. അപ്പം ഇത് പൂട്ടിയിട്ടേക്കുവാണ്, നമുക്ക് അങ്ങോട്ട് അകത്തേക്കൊന്നും കയറാൻ പറ്റത്തില്ല. പിന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് തേയിലത്തോട്ടങ്ങളെ കാണാം. ഈ തേയിലത്തോട്ടമൊക്കെ ഇപ്പോൾ വേറെ ആൾക്കാരുടെയാണെന്ന് തോന്നുന്നു. ഇപ്പം ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ കൊളുന്നുള്ളിലോട്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ വെട്ടി നിർത്തിയിരിക്കുവാണ്. പിന്നെ ഫാക്ടറിയുടെ ആൾക്കാരൊക്കെ താമസിച്ചിരുന്ന സ്ഥലമൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. താഴെ ലയമൊക്കെ കാണാൻ പറ്റും. രാത്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പേടിയാവും കേട്ടോ. അതൊരു പ്രേതാലയം പോലെ നിൽക്കുവാണ്. നമ്മളിനി പുൽമേട്ടിന് അങ്ങോട്ടേക്ക് കയറി പോവുകയാണ്. ഇനി കുറച്ച് കാടിൻ്റെ ഏരിയയൊക്കെയാണ്, കുറച്ചും കൂടെ ഓഫ് റോഡായിട്ടുള്ള വഴികളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാഴ്ചകളൊക്കെ കണ്ടിങ്ങ് പോവാം. നമുക്കാണെങ്കിൽ ഇപ്പോൾ 2 വഴി കാണാൻ പറ്റും. താഴേക്കൊരു വഴി കാണാൻ പറ്റും. താഴേക്കത് ഏതോ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് പോകേണ്ടത് മേളിലേക്കുള്ള വഴി കേട്ടോ. അപ്പോൾ പ്രസാദേട്ടനാണ് ജീപ്പൊക്കെ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തേയിലത്തോട്ടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വനത്തിൻ്റെ ഭാഗത്തോട്ട് കയറിയിരിക്കുവാണ്. ണെന്നുണ്ടെങ്കിൽ നമുക്ക് വനത്തിൽ നിന്ന് ചീവീടിൻ്റെ ഒക്കെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. നല്ല രസമാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഏതോ ആനയൊക്കെയുള്ള കാട് പോലെ തോന്നും കേട്ടോ. ചുറ്റുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആനയൊന്നുമില്ല കേട്ടോ, ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ ഉണ്ട്. കാട്ടുപന്നി, അതേപോലെ മുള്ളംപന്നി, അങ്ങനത്തെ ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഇങ്ങനത്തെ അരുവികളൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ്. ഇപ്പം
മഴ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയതുകൊണ്ട് അധികം വെള്ളമില്ല. മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വെള്ളമായിരിക്കും. അപ്പം കുറച്ച് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ആണെങ്കിൽ ചെറിയൊരു വെള്ളച്ചാട്ടമായിട്ട് കാണാൻ പറ്റുന്നത്. ഇവിടെ കുളിക്കാൻ പറ്റൂലോ. അപ്പോൾ ബസ്സായിട്ടാണെങ്കിൽ അതിൻ്റെ മേളിൽ വണ്ടി കയറ്റി നിർത്തുകയുണ്ടോ, നല്ല കിടലായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സൈഡിലാണെങ്കിൽ വെള്ളച്ചാട്ടവും അതേപോലെ തന്നെ വെള്ളമൊക്കെ കാണാൻ പറ്റും. നല്ല തണുപ്പാട്ടോ, നല്ല കിടലൻ വെള്ളമാണ്. അപ്പം നമുക്ക് എന്തായാലും ഇനി അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. പിന്നെ നമ്മളിനി കുറച്ചുകൂടെ ഓഫ് റോഡ് വഴികളുണ്ട്, ആ വഴി കയറി നമ്മളിനി പുൽമേട്ടിൽ അങ്ങോട്ട് എത്തുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാഴ്ചകളെ കണ്ടിങ്ങ് പോവാം. അപ്പോൾ നമ്മുടെ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ഫുള്ള് കാട്ടുപൂവൊക്കെ പൂത്ത് നിൽക്കുക കേട്ടോ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ അരുവിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഓഫ് റോഡായി.
നമ്മളിപ്പോൾ ഓഫ് റോഡൊക്കെ കഴിഞ്ഞു. കാഞ്ഞാറിന്ന് പുള്ളിക്കാനത്തേക്ക് പോകുന്ന മെയിൻ റോഡിലാണ്. ഇപ്പം നല്ല കിടലിനായിട്ടുള്ള സ്ഥലമാണിപ്പം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ സൺസെറ്റാണ്. ഇപ്പോൾ സമയം 6:15 ആയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഇവിടെ നോക്കുമ്പം ഇല്ലിക്കക്കല്ലിൻ്റെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഇപ്പോഴാണെങ്കിൽ സ്കൈ ഒക്കെ ആണെങ്കിൽ നല്ല റെഡായിട്ട് കയറി നിൽക്കുവാണ്. ഇപ്പോൾ ക്യാമറയിലാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. എങ്കിൽ ആ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അടിപൊളിയാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓഫ് റോഡ് കാഴ്ചകളൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ട്രാവൽ വീഡിയോസുകൾ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റു വീഡിയോസ് കാണാം. ബൈ ബൈ.